ഹായ് ഡിയേഴ്സ്, എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഫോക്കസ് ഓൺ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിരുന്നു, ബന്ധങ്ങൾ സ്ഥാപിക്കാൻ അവരവരുടെ ദേശത്തെ ദൈവാലയങ്ങൾ വളരെ പ്രാധാന്യം വഹിക്കുന്നുണ്ട് എന്ന്. അതുപോലെ തന്നെ ഒരു കാലത്ത് ഒരുപാട് ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും നിലനിർത്തുവാനും ഉപയോഗിച്ചിരുന്ന ഒരു പാലമാണ് പുനലൂർ തൂക്കുപാലം. ഞാനിന്ന് നിൽക്കുന്നത് പുനലൂർ തൂക്കുപാലത്തിനാണ്. പുനലൂർ തൂക്കുപാലത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അറിയാം. കൊല്ലം ജില്ലയിലെ മലയോര പട്ടണമായ പുനലൂരിൽ ജില്ലയുടെ പ്രധാന നദിയായ കല്ലടയാറിൻ്റെ ഇരു കരകളെയും ബന്ധിപ്പിക്കുന്ന തൂക്കുപാലമാണ് പുനലൂർ തൂക്കുപാലം. തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാളിൻ്റെ കാലത്താണ് തൂക്കുപാലം നിർമ്മിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. അന്നത്തെ ദിവാൻ നാണുപിള്ളയാണ് കല്ലടയാറിന് മുകളിലൂടെ പുനലൂരിൽ തൂക്കുപാലം നിർമ്മിക്കാൻ 1871 അനുമതി നൽകിയത്. ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധൻ ആൽബർട്ട് ഹെൻറിയുടെ മേൽനോട്ടത്തിൽ രൂപകൽപ്പനയും നിർമ്മാണവും ആരംഭിച്ച് 1877 പണി പൂർത്തിയാക്കി. അതിന് 3 വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് 1880 പാലം പൊതുജന ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. തെക്കേ ഇന്ത്യയിലെ തന്നെ ഇത്തരത്തിലുള്ള ആദ്യ സംരംഭമായിരുന്നു പുനലൂർ തൂക്കുപാലം. കരയോടടുത്ത് തന്നെയുള്ള 2 വലിയ കമാന ആകൃതിയിലുള്ള തൂണുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന വിധത്തിൽ ഇരുവശത്തുമായി 2 കൂറ്റൻ ചങ്ങലകളാൽ തൂക്കിയിട്ടിരിക്കുകയാണ് ഇതിൻ്റെ പ്രധാന ഭാഗം. ഈ ചങ്ങലകൾ പൂർണ്ണമായും കരഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന 4 കിണറുകൾക്കുള്ളിലിറക്കി ശക്തിപ്പെടുത്തുകയും ഒപ്പം മധ്യഭാഗത്തെ കരഭാഗവുമായി സമാന രീതിയിൽ ബന്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ചങ്ങലയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഇരുമ്പ് ചട്ടക്കൂടുകളിൽ ഉറപ്പിച്ച തമ്പകം പാളങ്ങൾ, ആ പാളങ്ങൾ കൊണ്ടുള്ള പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു വാഹന ഗതാഗതം ഉൾപ്പെടെ സാധ്യമായിരുന്നത് എന്നത് കൗതുകകരം തന്നെയാണ്. 20 അടിയോളം വീതിയും 400 അടിയോളം നീളവുമുള്ള തൂക്കുപാലത്തിലൂടെ തമിഴ്നാട്ടിൽ നിന്നുമുള്ള കച്ചവട സംഘങ്ങൾ നിരവധി വന്നുപോയി. മിക്കവരും തിരികെ പോകാതെ പുനലൂരിലും പരിസര പ്രദേശങ്ങളും തമ്പടിക്കുകയും ചെയ്തിരുന്നു. ഒരു കാലത്ത് വളരെ അത്യന്താപേക്ഷിതവും അനേകരുടെ ആശ്രയവും ഈ ദേശത്തിന് മാത്രമല്ല അനേക ദേശത്തു നിന്നും വരുന്നവർ ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കാനും അനേകായിരങ്ങൾ കടന്നുപോയ ഒരു പാലമാണ് ഈ കാണുന്ന പുനലൂർ തൂക്കുപാലം. ഇന്ന് പുരാവസ്തു എന്ന നിലയിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇപ്പോൾ ആരും തന്നെ അക്കരെ ഇക്കരെ പോകുവാൻ ഈ പാലം ഉപയോഗിക്കുന്നില്ല. കാരണം ഇതിനേക്കാൾ കൂടുതൽ ആളുകളെ, വാഹനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന മറ്റൊരു പാലം ഇതിന് സമാന്തരമായി വന്നു എന്നതാണ്. ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും അത് നിലനിർത്തുവാനും നല്ല മാർഗങ്ങളാണ് അവരവരുടെ ദേശത്തെ ദൈവാലയങ്ങളെന്ന് കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നാൽ, അല്ലെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മറ്റൊരു സംവിധാനം വന്നാൽ നമ്മുടെ ദേശത്തിലെ ദൈവാലയങ്ങൾ പോലും ഈ തൂക്കുപാലത്തിൻ്റെ അവസ്ഥയിലാകും എന്നതിൽ സംശയമില്ല. അനേക രാജ്യങ്ങളിൽ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ലോകം പുരോഗതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ യുക്തിഭദ്രമല്ലാത്ത ചിന്തകളും കാഴ്ചപ്പാടുകളും മാറിപ്പോകും. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഭാഗ്യകരമായ ജീവിതത്തെ നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ച് അത് നിലനിർത്തുന്നതിലൂടെ ജീവിതം മനോഹരമാക്കുവാനും ആസ്വദിക്കുവാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആൽബർട്ട് യോഹന്നാൻ. നന്ദി, നമസ്കാരം.